ടു വെച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും നല്ല പ്രയോഗങ്ങൾ കാണാറുണ്ട്. ടു ഉള്ള ഇൻഫിനിറ്റീവ്, അതായത് ബേസിക് വെർബ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലെ ഒരു 3 പ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ഇന്ന് പറയാൻ പോകുന്നത്. ഒരു അഡ്ജക്റ്റീവിന് ശേഷം സംസാരിക്കാറുണ്ട്. ഇറ്റ്സ് ഈസി ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് മീ. എൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ടു ലേൺ ഇംഗ്ലീഷ് എന്നുള്ളതാണ് ആ ഇൻഫിനിറ്റീവ് വെർബ്. ഇവിടെ ഈസി എന്ന അഡ്ജക്റ്റീവിൻ്റെ കൂടെ ടു ലേൺ ഇംഗ്ലീഷ് എന്ന് ചേർത്തത് നിങ്ങൾ കാണും. ഇനി ടു ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗം, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഉദ്ദേശത്തെ അല്ലെങ്കിൽ കാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ടു ഉപയോഗിക്കാറുണ്ട്. ഐ വെന്റ് ടു ദ ഷോപ്പ് ടു ബൈ സം മിൽക്ക്. ഞാൻ ഷോപ്പിലേക്ക് പോയി കുറച്ച് പാല് വാങ്ങാൻ. ഇവിടെ എന്ത് ഉദ്ദേശത്തിനാണ് പോയതെന്ന് ചോദിച്ചാൽ പാല് വാങ്ങുക എന്ന ഉദ്ദേശത്തിനാണ്. ഇവിടെ ടു ബൈ സം മിൽക്ക് എന്ന ഇൻഫിനിറ്റീവ് ഐ വെന്റ് ടു ദ ഷോപ്സ് എന്ന വാക്കിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നൽകുന്നുണ്ട്. സം, മെനി പോലുള്ള അളവുകൾക്ക് ശേഷവും ടു ഉപയോഗിച്ച് പറയാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ അളവുകൾക്ക് ശേഷം ഒരു നൗണ് ചേർത്തിട്ടാണ് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ഹാവ് ടു മെനി ഇമെയിൽസ് ടു സെൻഡ്. എനിക്കൊരുപാട് മെയിലുകൾ അയക്കാനുണ്ട്. ഇവിടെ മെനി എന്നത് അളവാണ്, അതിനുശേഷം നൗണ് വന്നിട്ടുണ്ട്, അതിനുശേഷമാണ് ടു സെൻഡ് എന്ന ഇൻഫിനിറ്റീവ് വെർബ് വന്നിട്ടുള്ളത്.